വായിൽ വെച്ചാൽ അലിഞ്ഞു എന്ന് പറയില്ല, അത്രയും ടേസ്റ്റിൽ ചെയ്തെടുക്കുന്ന ഒരു പുഡിംഗ് ആണ്. നമ്മൾ ടെൻഡർ കോക്കനട്ട് ഗ്ലാസ് ജെല്ലി പുഡിംഗ് ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്ക് ഇളനീർ വെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 1.25 കപ്പ് ഇളനീർ വെള്ളവും പഞ്ചസാര ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അഗർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ഗ്രാം അളവിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഗ്ലാസ് ജെല്ലിയാണത് ചെയ്തെടുക്കുന്നത് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പൗഡർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുന്ന രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടണം. എന്നിട്ട് നമ്മൾ ചൂടോടി തന്നെ അരിച്ച് നമ്മൾ ഈ ഒരു ഗ്ലാസ് ജെല്ലി പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ഒരു ട്രേയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പുറത്ത് വെച്ച് നല്ലപോലെ ചൂടൊക്കെ മാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 15-20 മിനിറ്റ് ടൈമിനകത്ത് തന്നെ നമുക്കത് ഇതുപോലെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് സൈസിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് ഫ്രിഡ്ജിലേക്ക് തന്നെ മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മിൽക്കിൻ്റെ ഒരു മിക്സാണ് ചെയ്തെടുക്കേണ്ടത്. ഒരു 1/2 ലിറ്റർ പാൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നിന്നൊരു 1/4 കപ്പ് നമുക്ക് ഈ ഒരു ടൈമിൽ മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1/2 കപ്പ് തന്നെ പഞ്ചസാരയോട് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ കരിക്കിൻ്റെ ഒരു പൾപ്പ് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 2 കരിക്ക്, അത്യാവശ്യം വലുപ്പമുള്ള കരിക്കാണ്. അതിൽ നിന്ന് 1 കപ്പ് അളവിൽ പൾപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സി ജാറിലേക്ക് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് പാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാലും കൂടി ചേർത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടൊന്ന് നമുക്ക് കൊത്തും കാര്യങ്ങളൊന്നും ഇല്ല ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ചൈന ഗ്രാസിൻ്റെ ഒരു മിക്സാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഇളനീർ വെള്ളം എടുത്തിട്ടുണ്ട്. 12 ഗ്രാം അളവിൽ അഗർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് പകരമായിട്ട് ചൈന ഗ്രാസും എടുക്കാം കേട്ടോ. ആ ഒരു സ്ട്രിപ്സ് ആയിട്ട് വരുന്നത് എടുത്താലും മതി. എന്നിട്ട് നമ്മൾ ഈ ഒരു പാലിൻ്റെ മിക്സും ഈ ചൈന ഗ്രാസിൻ്റെ ഒരു അഗർ പൗഡറിൻ്റെ മിക്സ് ഒരേ ടൈമിലാണ് കേട്ടോ നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത്. 2 ബർണറിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പാലിൻ്റെ മിക്സ് നമുക്ക് തിളച്ച് കിട്ടണമെന്നില്ല, നല്ലപോലെ ചൂടായി വന്നാൽ മതി. പക്ഷേ ഈ ഒരു അഗർ പൗഡറിൻ്റെ മിക്സ് ഒന്ന് തിളപ്പിച്ചെടുക്കണേ. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആ ഒരു പാലിൻ്റെ മിക്സ് മാറ്റിയതിന് ശേഷം കുറച്ച് വീതം ഒഴിക്കുന്നതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി പെട്ടെന്ന് തന്നെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കരിക്കിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഒത്തിരി പേര് ഇങ്ങനെ പാലിങ്ങനെ പിരിഞ്ഞു പോകുന്നെന്ന് പറയുന്നതുകൊണ്ടാണ്. ഇങ്ങനെയാകുമ്പോൾ ഒട്ടും തന്നെ നമുക്ക് പിരിയാതെ കിട്ടും. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മൾ പുഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പാക്കറ്റ് പാൽ എടുത്താൽ മതി കേട്ടോ. അതാകുമ്പോഴും നമുക്കിതുപോലെ പിരിയുന്ന ഒരു പ്രശ്നമൊന്ന് മാറിക്കിട്ടും. ഈ ഒരു രീതിയിലേക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ പുഡിങ് ആയിട്ട്. അപ്പോൾ നമ്മളൊരു ഗ്ലാസ് ജെല്ലി പുഡിങ്ങിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു ജെല്ലി പുഡിങ് ഒന്ന് മെൽറ്റ് ആവാതിരിക്കാനായിട്ട് കുറച്ചൊന്ന് ചൂട് മാറിയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ചെറിയ ചൂടിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്രിഡ്ജിൽ നിന്ന് ആ ഒരു ഗ്ലാസ് ജെല്ലി എടുത്തിട്ടുണ്ട്. 2 ട്രേയിലേക്കാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്കിതിൻ്റെ ടോപ്പിലേക്ക് അരിച്ചെടുത്തതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചതിന് ശേഷം നമ്മൾ പുറത്ത് വെച്ച് നല്ലപോലെ ആ ഒരു ചൂടൊക്കെ നന്നായിട്ട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി ഒരു 4-5 മണിക്കൂർ തണുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ സെറ്റായിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സൈസിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്